ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രോഷ്യ വീഡിയോ ആയിട്ടാണ്. ഒരു ട്യൂട്ടോറിയൽ, ചെറിയൊരു ട്യൂട്ടോറിയലാണ്. നമ്മളിന്ന് എന്തുണ്ടാക്കുകയെന്ന് വെച്ചാൽ ബോയാണ് കേട്ടോ. നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോയാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് ഹുക്കിൻ്റെ സൈസ് 3.5 mm ആണ്. ഇതിൽ കാണാൻ പറ്റും എനിക്കറിയില്ല. ഇവിടെ നിന്ന് നോക്ക്, ഇത് കാണാൻ പറ്റില്ലായിരിക്കും. പിന്നെ ഈ ഒരു മെറൂൺ കളറുടെ ഒരു ഇതാണ്. ക്യാമറയിൽ കാണുമ്പോൾ ഒരു റെഡ് കളർ പോലെ, പക്ഷെ അത് മെറൂൺ കളറാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയിനാണ് ഇടേണ്ടത്. ഇന്ന ചെയിന് അങ്ങനെയൊന്നും എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കാം. ജസ്റ്റ് നമ്മൾ സാധാ കെട്ടിടുന്ന പോലെ ആക്കത്തില്ലേ, ഇതുപോലെ. അതുപോലെ ഈ ഒരു വർക്കിംഗ് യാൺ അല്ലാണ്ട് ഈ ഒരു യാൺ നമ്മുടെ ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിലോട്ട് ഹുക്ക് കയറ്റി കൊടുക്കുക. ഹുക്ക് കയറ്റി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പിടിക്കണം. ഈ ഒരു ഭാഗത്ത് ടെൻഷൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. സോറി, മറന്നുപോയി. ടെൻഷൻ പിടിക്കേണ്ടത് നമ്മൾ ഈ ഒരു വിരലിൽ ഇങ്ങനെ പിടിക്കണം. അതിട്ട് ഞാനിങ്ങനെയാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പിടിക്കണം. കൈ കൂടെ കൊണ്ടിരുന്ന് ഈ മിഡിൽ ഫിംഗർ ആൻഡ് തം ഫിംഗർ കൊണ്ട് ഇവിടെ പിടിക്കാം. ഇത്രേ ഉള്ളൂ ടെൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്ലിപ്പ് നോട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോണേ. ഇങ്ങനെയാക്കി ഹുക്ക് കയറ്റി ടെൻഷൻ പിടിക്കണം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ലൂസാക്കണം. ഈ ഹുക്ക് കണ്ടില്ലേ, ആ ഒരു ഹുക്കിൻ്റെ ലൂസിൽ നമ്മൾ ഇട്ടേക്കണം. യാൺ ഓവർ ആൻഡ് പുൾ ഇറ്റ് ത്രൂ. അപ്പം നമുക്കിവിടെ ഒരു ഇതുപോലായി. പിന്നെ ഈ രണ്ടും ഇല്ലേ, ഇത് രണ്ടും പിടിച്ച് വലിച്ചാൽ സ്ലിപ്പ് നോട്ട് റെഡി. ഇത്തരമുള്ള നമ്മുടെ സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ 3 അല്ല, സോറി, നമുക്ക് കുറച്ച് ചെയിൻസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, yarn over, pull it through, yarn over, pull it through. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ പിടിക്കാനുള്ള വെയിറ്റ് ചെയ്യും. ഒരു 5 minutes. ഇതിൽ സ്റ്റെക്കാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോർട്രേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫുൾ ഈ ഒരു ക്യാമറയിലാണ് ചെയ്യുക. നമ്മൾ ചെയിൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. 1-2 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി കാണിക്കുകയാണ്. യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ. അങ്ങനെ നിങ്ങളുടെ ബോയുടെ ഇപ്പോൾ ഒരു ഇത്രയുള്ള വലിപ്പമുള്ള ഒരു ചെയിൻ ഉണ്ടാക്കി വിചാരിക്കുക. ഇത്രയും. അപ്പോൾ നമ്മുടെ ബോയിൻ്റെ ആരും ഇങ്ങനെ മടക്കി വയ്ക്കുന്നൊരു ഭാഗമല്ലേ, ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ചെയിൻസ് നിങ്ങൾ ഇടുക. പറ്റുന്ന അത്രയെന്നല്ല, നിങ്ങളുടെ ഒരു യാണിൻ്റെ ഒരു അനുസരിച്ചിട്ടുള്ളൊരു ചെയിൻസ് ഇടുക. നമ്മളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു, ഫ്ലോപ്പായി പോയതാണ്. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്. നമുക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാട്ട് ഉണ്ടാക്കിയോ എന്നൊക്കെ. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് സബ് വേണം. നമ്മൾ എന്തായാലും ഒരു എന്താ പറയുക 50 സബ്സ്ക്രൈബേഴ്സായ ഗീവ് അവേ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയിൻസാണ് ഉണ്ടാക്കിയത്. സോ നമുക്കിത് ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കി നോക്കാം. ഒരു ഇത്രയെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി കുറവ്, ഒരു 2 ചെയിൻസ് കുറവാണെങ്കിൽ കുഴപ്പമില്ല. ഇത്രയെങ്കിലും വേണം. ഇപ്പം ഞാൻ ടോട്ടൽ ചെയ്തേക്കുന്ന ചെയിൻസ് 2, 3, 4, 5,
13, 14, 15, 16, 17, 18, 21, 22, 23, 24. ഞാൻ ഇപ്പോൾ ടോട്ടൽ ചെയ്തേക്കുന്നത് 33 ചെയിൻസ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ എണ്ണം നോക്കിയില്ല ഫസ്റ്റ്, അതുകൊണ്ടാണ്. ടോട്ടൽ 33 ചെയിൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് ഒരു ചെയിനും കൂടി നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നല്ല 2 ചെയിൻസ്, അപ്പോൾ 35 ആവില്ലേ. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ചെയിൻ വിട്ടിട്ട് ഈ ഫസ്റ്റ് ചെയിൻ വിടണം. ഫസ്റ്റ് ചെയിൻ നമ്മൾ വിട്ടിട്ട് ഈ രണ്ടാമത്തെ ചെയിനിലോട്ട് കയറ്റണം. എന്നിട്ട് ഈ യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, സിംഗിൾ ക്രോഷ ആണ് കേട്ടോ നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതിൻ്റെ രണ്ടെണ്ണത്തിക്കൂടെ യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ. ഇത്രയേ ഉള്ളൂ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്ന വരെ നമുക്കിത് ചെയ്യണം കേട്ടോ. സെക്കാകട്ടെ. സോ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്തീ ചുരുണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു 10 രൂപയുടെ യാണാണ്. സോ അതുകൊണ്ടാണ് ചുരുണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ലാസ്റ്റത്തെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ ചെയിനിൽ നമ്മൾ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു ഇൻക്രീസ് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഹോളിലോട്ട് തന്നെ വീണ്ടും കയറ്റുക. യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, 2 ലൂപ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ശരിയായിട്ടുണ്ട്. ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. സോ ഇനി നമ്മുടെ വർക്ക് ടേൺ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്ക് ടേൺ ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു മുകളിൽ ചെയിൻസും കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയിന് നമ്മൾ കയറ്റി കൊടുത്തു. യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, യാൺ ഓവർ, പുൾ ഇറ്റ് ത്രൂ, 2 ലൂപ്സ്. ഇതുപോലെ നമുക്കിനി 3 റൗണ്ട്സും കൂടി ചെയ്തെടുക്കാണ്ട്. ഇത് ഒന്നാമത്തെ ഇനി റൗണ്ട്. ഇത് 4 റൗണ്ട്സാണ് ടോട്ടൽ വരുന്നത്. ഇതിപ്പോൾ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി 3 മോർ. ഇത് ഈ റൗണ്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ 2, പിന്നെ ഒന്നും കൂടി ചെയ്യുക, പിന്നെ 1 ചെയ്യുക. അത്രേ ഉള്ളൂ. പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ 4 റൗണ്ട്സാണ് ടോട്ടൽ. ഇതിപ്പോൾ 1 റൗണ്ട്, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ 4 റൗണ്ട്സാണ് നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടത്. അപ്പോൾ 4 റൗണ്ട്സ് ചെയ്തിട്ട് കാണാം. സോ അതേ നമ്മളിവിടെ രണ്ടാമത്തെ റൗണ്ടും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് 2 റൗണ്ട്സ് കഴിഞ്ഞപ്പോഴുള്ള കാലാവധി. നമ്മൾ അതിന് ചെയിൻ 1 ഇടണം. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ട് അല്ല മൂന്നാമത്തെ റൗണ്ടാണ് ഇനി ചെയ്യാൻ പോണേ. സോ അപ്പോൾ നമ്മൾ ചെയിൻ 1 ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഇവിടെ ഒരു ചെയിൻ ഉണ്ടാവില്ല, ആ ചെയിനിലോട്ട്, ചെയിനല്ല സ്റ്റിച്ച്, ആ സ്റ്റിച്ചിലോട്ട് നമ്മൾ കയറ്റി കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാത്തിലും ഒരേപോലെ ചെയ്യുക. ഇതിപ്പോൾ മൂന്നാമത്തെ റൗണ്ട്, ഒരു റൗണ്ടും കൂടി ചെയ്യുക. ഈ റൗണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 വർക്ക് ടേൺ ചെയ്യുക. അതുപോലെ ആ റൗണ്ടും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് മിസ്റ്റേക്ക് കാണും കേട്ടോ. നമ്മളിതാ മൂന്നാമത്തെ റൗണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഔട്ടോ സോറി ബാത്റൂം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി തുറന്നിട്ടേക്കാണ്. സോ നമ്മൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയിൻ 1 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര കട്ടി മതിയെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത റൗണ്ടിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കാണിച്ചു തരാം. സോ ഇതുപോലെയാണ്. ഞാൻ ഒരു റൗണ്ട് കൂടി ചെയ്യുന്നുണ്ട്. കൈ വേനെടുത്തോണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. ഇനി ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ ഞാൻ അതാ 4th റൗണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാലോ.
ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയിൻ 1 ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതെൻ്റെ വേറെ രീതിയാണ്. ചെറുതായിട്ടൊക്കെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടാവും ഇവിടെ അതിലോട്ട് കയറ്റി കൊടുത്തിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ കാണുന്നുണ്ടോ? ഇതിനവിടെ ഇതെവിടേക്കായിരിക്കുന്നതെന്നൊരു പിടിയില്ല. സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇതുപോലെ 2 ലൂപ്പ് ഉണ്ടാവുമല്ലോ. ഈ ലൂപ്പ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഈ ലൂപ്പ്, ഈ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ ഇതിക്കോടെ തന്നെ വലിച്ചെടുക്കാം. ഊരിയൊക്കെ വരുമ്പോൾ അത് ടൈറ്റാക്കിയാൽ മതി. ടൈറ്റാക്കി സ്ലിപ്പ് സ്റ്റിച്ച് ദെൻ ചെയ്യുക. ഇനി കട്ട് ചെയ്യുക. നമ്മൾ അത്യാവശ്യം വീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയെങ്കിലും അതായത് ഇപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയെങ്കിലും കട്ട് ചെയ്യണം. ഇത്രയും കട്ട് ചെയ്യാം. ടൈറ്റാക്കിയാൽ മതി. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി പറയുമ്പോൾ കണ്ടോ. ഇതിനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റേ വീവിങ് നീഡിലെടുക്കണം. ഇതാണ് നീഡിൽ വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സദാ. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ടൈലുണ്ടാവില്ല നമ്മളിപ്പോൾ കട്ട് ചെയ്തേ, അതിലോട്ട് നമ്മൾ കയറ്റുക. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് മടക്കുക, ഇങ്ങനെ വാങ്ങിക്കാം, കയറി വലിച്ചെടുക്കുക. ഇത്രയും കെട്ടമുടണ്ട. പിന്നെ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു വളയുടെ ഷേപ്പിലാക്കി ഇതുപോലെ വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ. എന്നിട്ട് ഇനി ഇച്ചിരി ശ്രദ്ധിച്ചോ, നമ്മൾ ഇവിടെ കയറ്റണം. അതായത് കാട്ടിത്തരാം. ഇവിടെ കയറ്റിയിട്ട് ഇവിടെ കയറ്റാം. എന്നിട്ട് വലിച്ചെടുക്കാം. ഇച്ചിരി ഓക്കെ, അത് വലിച്ചെടുത്തു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെയ്തു പോവാം. ഞാനിത് ഇപ്പുറത്തോട്ട് അപ്പുറത്തോട്ടൊക്കെ ആക്കി എങ്ങനെയാണ് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ സേഫ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പണ്ട് സൂചി നൂലും കൊണ്ട് തുന്നത്തില്ലേ, അതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കേ, ഇപ്പം ശരിയായി. ഇപ്പം എല്ലാം ശരി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ദഹിക്കണം. ദഹിച്ചിട്ട് ഈ 2 എണ്ണം ഉണ്ടാകത്തില്ലേ, ഇത് രണ്ടും 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കാം. സാധാ പോലെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരിക്കും സാധനം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഇവിടെ ഇതുപോലെയാണല്ലോ, ഇതുപോലെ ഒന്ന് മടക്കാം. ഇങ്ങനെ ഇരിക്കുകയാണല്ലോ,
അത് നമ്മൾ ഒരു 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്ത് നന്നായി ടൈറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതുപോലെ വയ്ക്കാം. ഇതുപോലെ വച്ചിട്ട് ഈ വലിയതില്ലേ, വലുതിനെ ഒന്ന് 2-3 പ്രാവശ്യം ചുറ്റിക്കണം. അങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിക്കും. ഫസ്റ്റ് 2 പ്രാവശ്യം ചുറ്റിയിട്ട് സാധാ പോലെ ഈ 2 കെട്ടിക്കൊടുക്കുക. അതേ നമ്മുടെ ബോയിൻ്റെ ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഫ്രണ്ട് പക്ഷെ കട്ടിത്തരും. ഇനി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ചെറിയ ലൂസാക്കി കൊടുക്കാം. ഈ സ്റ്റിച്ച് വേണമെങ്കിൽ ഒന്ന് വലിച്ച് നീട്ടാം. ഇതുപോലെ തടിച്ചിരിക്കുന്നത് നമുക്ക് വേറെ പരിപാടിയുണ്ട്, കാട്ടിത്തരാം.